അസ്സലാമു അലൈക്കും. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മളിവിടെ ഇന്ന് 90 പേർക്ക് ഓരോ കിലോ വീതം അരിയാണ് വിതരണം ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതുപോലെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് ആസിയ ബീവിയാണ്. അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളായ മുഹമ്മദ് ഹനീഫ് ഭായ് അതുപോലെ റുക്കിയ ബീവി, ഇവർ രണ്ടുപേരുടെയും ജീവിതകാലത്ത് അവരേതെങ്കിലും കാരണവശാൽ അവരേതെങ്കിലും വ്രതമനുഷ്ഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ആസിയ ബീവി ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത്. അവരുദ്ദേശിച്ചതുപോലെ തന്നെ ഈ സൽക്കർമ്മത്തിൻ്റെ എല്ലാ പ്രതിഫലവും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളായ മുഹമ്മദ് ഹനീഫ് ഭായ്ക്കും റുക്കിയ ബീവിക്കും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ തന്നെയാണ് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തം മാതാപിതാക്കൾക്കായി ഇതുപോലെ അന്നദാനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ വിതരണം ചെയ്യുന്നത് രോഹിംഗ്യൻ അഭയാർത്ഥി കുട്ടികൾക്കാണ്. അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഓരോ വീടുകളിലും പോയി ടോക്കൺ കൊടുത്തിട്ടാണ് ഈ ഒരു അന്നദാനം നമ്മൾ നിർവഹിക്കുന്നത്. വരാൻ ബുദ്ധിമുട്ടുള്ള വയസ്സായ ആളുകൾ വരാതെ അവരുടെ കുട്ടികളെയാണ് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഇത് കുട്ടികൾക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓരോ വീടുകളിലും ഓരോ ടോക്കൺ വീതം മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സൽക്കർമ്മം സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹാരിസ് രാജ്. ഈ ഒരു സൽക്കർമ്മം നമ്മൾ നിർവഹിക്കുന്നത് ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിലാണ്. ഇവിടെ ഇന്ന് ഇപ്പോൾ ഏകദേശം 5000 കുടിലുകളാണ് ഉള്ളത് അഭയാർത്ഥികളുടെ. ഏകദേശം 5 പേരെ വീതം കണക്കാക്കുകയാണെങ്കിൽ തന്നെ 25,000-ഓളം ആളുകൾ ഈ ഹൈദരാബാദിൽ മാത്രം അഭയാർത്ഥികളായിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് ഇപ്പം സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാവുന്ന കണ്ടീഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീടുകളിൽ നമ്മൾ കൊടുക്കുന്നില്ല, കൊണ്ടുപോയി കൊടുത്താൽ അവർ വാങ്ങില്ല. അപ്പോൾ തീരെ ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകളുള്ള വയസ്സായ ആളുകളുള്ള വിധവകളുള്ള വീടുകളിലൊക്കെയാണ് നമ്മൾ ഈ അരി വിതരണത്തിന് വേണ്ട ടോക്കൺ കൊടുക്കാറ്. അപ്പോൾ അവരത് കുട്ടികളെ പറഞ്ഞയച്ച് അവരത് വാങ്ങിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഇതുപോലെ ഇവർക്ക് വേണ്ട വസ്ത്രങ്ങൾ അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട്. എന്നാലും ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും മുഹമ്മദ് ഹനീഫ് ഭായ്ക്കും അവരുടെ ഭാര്യയായ റുക്കിയ ബീവിക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു. ഈ ഒരു വരിയിൽ 10 പാക്കറ്റുകളാണുള്ളത്. അങ്ങനെ 9 വരികളാണുള്ളത്. അതായത് 90 പാക്കറ്റുകൾ.
लोग आएगा।